നമുക്ക് നമ്മുടെ ഭൂമിയിൽ നിന്ന് രാത്രി ആകാശത്തേക്ക് നോക്കിയാൽ മിൽക്കി വേ ഗാലക്സിയെ കാണാൻ സാധിക്കുന്നു. കാരണം അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് നമ്മൾ വളരെ അകലെയാണ്. നമ്മുടെ സൗരയൂഥം തന്നെ ഗാലക്സിയുടെ പ്രാന്ത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നമ്മൾ നമ്മുടെ ഗാലക്സിയുടെ സെൻറ്ററിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ സൂര്യൻ തന്നെ ഉണ്ടാകുമോ? മാത്രവുമല്ല, നമ്മുടെ രാത്രിയിലെ ആകാശം എങ്ങനെയായിരിക്കും കാണാൻ? നമ്മൾ ഗാലക്സിയുടെ നടുവിലുള്ള തമോദ്വാരത്തിൽ അകപ്പെടാൻ ചാൻസസ് ഉണ്ടോ? നമ്മുടെ മിൽക്കി വേ ഗാലക്സി വളരെ വലുതാണ്. ഏകദേശം 1,00,000 പ്രകാശവർഷം അകലെയാണ്. നമ്മുടെ ഗാലക്സിയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഗാലക്സിയുടെ സെൻറ്ററിൽ നിന്ന് ഒരു വലിയ സ്പൈറൽ ആം ഉണ്ട്. നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിലെ ഒട്ടുമിക്ക ഗാലക്സികളെ പോലെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയും ഒരു സ്പൈറൽ ഗാലക്സി തന്നെയാണ്. ഇനി അഥവാ നമ്മുടെ ഭൂമി ഗാലക്സിയുടെ ഹൃദയഭാഗത്തേക്ക് നീങ്ങുകയാണെങ്കിൽ ഭൂമിയിലെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം വളരെ ഇരുണ്ടതായി കാണപ്പെടും. ജീവൻ തന്നെ ഉണ്ടാവുകയില്ല. ഇതിൻ്റെ കാരണം ബ്ലാക്ക് ഹോൾ, നമ്മുടെ ഗാലക്സിയുടെ സെൻറ്ററിലുള്ള ആ ഒരു ബ്ലാക്ക് ഹോൾ മാത്രമല്ല, വേറെയും നിരവധി കാരണങ്ങളുണ്ട്. മിൽക്കി വേ ഗാലക്സിയുടെ ചെറിയ സ്പർശുകളിലൊന്നായ ഓറിയോൺ ആം എന്ന സ്ഥലത്ത് ശാന്തമായിട്ടുള്ളൊരു അയൽപ്പക്കത്താണ് നമ്മുടെ ഭൂമി സ്ഥിതി ചെയ്യുന്നത്. നമുക്കും ഗാലക്സിയുടെ കേന്ദ്രത്തിനുമിടയിൽ ഏകദേശം 27,000 പ്രകാശവർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. ഒരു പ്രകാശവർഷം എന്നാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഗാലക്സിയുടെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് പ്രകാശം എത്താൻ ഏകദേശം 27,000 വർഷം ആവശ്യമാണ് എന്നർത്ഥം. ഭൂമി ഇപ്പോൾ ഉള്ളത് നമുക്ക് ജീവിക്കാൻ സുഖപ്രദമായിട്ടുള്ള സ്ഥലത്താണ്. ഇവിടുത്തെ താപനില ജീവൻ നിലനിർത്താൻ അനുയോജ്യമാണ്. നമ്മുടെ ജീവന് ഭീഷണിയാവുന്ന ബഹിരാകാശ സാധനങ്ങളോ വസ്തുക്കളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നതാണ് സത്യം. എന്നാൽ ഇവിടെ പൂർണ്ണമായും സുരക്ഷിതമാണോ? അതിനെപ്പറ്റി നമ്മൾ ഇനിയും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഭൂമി ഉള്ളതുപോലെ ആയിരിക്കില്ല ഗാലക്സിയുടെ മധ്യഭാഗത്തായിരിക്കുമ്പോൾ. ഗാലക്സിയുടെ മധ്യഭാഗത്ത് അടുക്കുംതോറും നക്ഷത്രങ്ങൾ കൂട്ടം കൂട്ടമായി കാണപ്പെടുന്നു, അതും തിങ്ങി നിറഞ്ഞ അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വളരെ ഉയർന്ന സമ്മർദ്ദമായിരിക്കും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഉള്ള താപനിലയിൽ നിന്ന് വ്യത്യസ്തമായി സൂര്യൻ്റെ വികിരണം വളരെയധികം കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. ഇതുകാരണം ഭൂമി പൊട്ടിത്തെറിക്കാൻ തന്നെ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജീവൻ ഉണ്ടായാൽ തന്നെയും അത് വികസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി എങ്ങാനും ഭൂമി ഗാലക്സിയുടെ മധ്യഭാഗത്തേക്ക് നീങ്ങിയാൽ നമ്മുടെ അവസ്ഥ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന് എല്ലാ ദിശകളിൽ നിന്നും വരുന്ന ബഹിരാകാശ വികിരണത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇത് ഭൂമിയുടെ കാലാവസ്ഥയെ മാറ്റിമറിക്കും. ഇത് ഗ്രഹത്തിലെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. ഗ്രഹം നശിക്കും, എല്ലാവരും മരിക്കും. ഇനിയും നിങ്ങൾ മരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊരു സൂപ്പർനോവയുമായി അടുത്തിടപഴകാൻ പോകുകയാണ്. എന്താണ് സൂപ്പർനോവ? ഒരു ഭീമൻ നക്ഷത്രം തകരുമ്പോൾ റേഡിയോ തരംഗങ്ങൾ, എക്സ്റേകൾ, കോസ്മിക് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവ ബഹിരാകാശത്തേക്ക് ചിന്നിച്ചിതറുന്നു. ഇങ്ങനെയാണ് ഒരു സൂപ്പർനോവ സംഭവിക്കുന്നത്. സൂപ്പർനോവയെ പറ്റി വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ആഡ് ചെയ്യാം. ഒരു ഭീമൻ നക്ഷത്ര ശരീരത്തിന് നമ്മുടെ സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമിയെ പുറത്താക്കാൻ കഴിയും. അവയിലൊന്ന് ഒരു സൂപ്പർനോവയിൽ പൊട്ടിത്തെറിച്ച് നമ്മെ എന്നേക്കുമായി ഇല്ലാതാക്കുന്നത് വരെ നമ്മുടെ ഗ്രഹം വിദേശ നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കും. നമ്മുടെ ഭൂമിയിൽ നിന്ന് ഈ സൂപ്പർനോവ വളരെ മനോഹരമായി കാണാൻ സാധിക്കും, എന്നാൽ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം. കൂടാതെ നിരവധി നക്ഷത്രങ്ങൾ ഭൂമിയിൽ പ്രകാശം പരത്തുന്നതിനാൽ സൂപ്പർനോവ പ്രകാശ മലിനീകരണത്തിൻ്റെ ഒരു പുതിയ രൂപമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇനി അടുത്ത വലിയൊരു ഹസാർഡ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗാലക്സിയുടെ മധ്യഭാഗത്ത് മറ്റൊരു വലിയ അപകടമുണ്ട്. സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ. ഈ ഒരു ബ്ലാക്ക് ഹോൾ പരിക്രമണം ചെയ്യുന്നത് ഒരു തീം പാർക്കിൽ റോട്ടർ ഓടിക്കുന്നത് പോലെയാണ്. തമോദ്വാരത്തിൻ്റെ ഇവന്റ് ഹൊറിസോണിൽ നിന്ന് 20 ബില്യൺ കിലോമീറ്റർ അകലെ ഭൂമിക്ക് മണിക്കൂറിൽ 25 ദശലക്ഷം കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. നമ്മുടെ ഗ്രഹം ഇപ്പോൾ സഞ്ചരിക്കുന്ന വേഗതയേക്കാൾ 230 മടങ്ങ് കൂടുതലാണിത്. ചിലപ്പോൾ ഇതിനർത്ഥം ശക്തമായിട്ടുള്ള കാറ്റായിരിക്കും.
കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. ഇതിനർത്ഥം ഭൂമി തമോദ്വാരത്തിൽ അകപ്പെടുമെന്നാണോ? എന്തു തന്നെയായാലും ഇത് മനുഷ്യജീവനും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എന്തിനും നല്ലതല്ല എന്നുറപ്പാണ്. എന്തു തന്നെയായാലും നമ്മുടെ ഭൂമി അത് ഇപ്പോൾ ഉള്ളിടത്ത് തന്നെയായിരിക്കാൻ തികച്ചും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് ഗാലക്സിയുടെ ഭ്രാന്ത പ്രദേശത്ത് അതിജീവിക്കാൻ കഴിയും. അവിടെ മാത്രമേ ഭൂമിക്ക് നിലനിൽപ്പുള്ളൂ. ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള സ്ഥലം എന്നത് ആ ഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഗാലക്സിയുടെ മധ്യഭാഗം തന്നെയായിരിക്കും. അത് ഏത് ഗ്രഹമായാലും ഏത് ഗാലക്സി ആയാലും.